പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ശീലമായിരുന്നു വായിക്കുക എന്നുള്ളത്. കയ്യിൽ കിട്ടുന്ന എന്തും ഞാൻ വായിക്കുമായിരുന്നു. പക്ഷേ കുറച്ച് കാലമായിട്ട് അങ്ങനെ ദൈനംദിന വായന എന്നൊന്നില്ല. വളരെ സെലക്ട് ചെയ്ത ചിലത് മാത്രം വായിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. കാലമായിട്ട് വായനയെ പൂർണ്ണമായും അതിൻ്റെ അർത്ഥത്തിൽ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കയ്യിൽ കിട്ടുന്ന എന്തും വായിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയൊരു പുസ്തകമാണ് ഇത്, കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്നത്. ഈ പുസ്തകം എൻ്റെ കയ്യിലെത്താൻ വൈകിയതാണ്. ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങി വിൽപ്പനയിൽ വളരെ റെക്കോർഡിട്ട പുസ്തകമാണിത്. ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുകഴിഞ്ഞ പുസ്തകം. ഞാൻ കാണാൻ വൈകിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ വൈകിപ്പോയി, ഞാൻ വായിക്കാൻ വൈകിപ്പോയി എന്നേ ഉള്ളൂ. ഒരുപാട് പേര് വായിച്ച പുസ്തകമാണിത്. ഇത് ബാബു എബ്രഹാം എന്ന ഒരാളുടെ ജീവിത കഥയാണ്. ഇത് എൻ്റെ ഒരു സുഹൃത്തിൽ നിന്നാണ് ഈ പുസ്തകം എനിക്ക് ഇവിടെ കിട്ടിയത്. ഞാൻ അത്യാവശ്യം ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിലൊക്കെ ജനിച്ചു വളർന്ന ഒരാളാണ്. അതിൻ്റെതായ അഹങ്കാരം എനിക്കുണ്ട്. ഞാൻ ദാരിദ്ര്യം ഒരുപാട് അനുഭവിച്ച ആളാണ്. ഞാൻ അനുഭവിച്ച ദാരിദ്ര്യമൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണ് എന്ന് അതിൻ്റെ ഒരു വിലാപ പൊങ്ങച്ചും അതിൻ്റെ ഒരു അഹങ്കാരമായിട്ടൊക്കെ നടന്ന ആളാണ് ഞാൻ. എൻ്റെ ദാരിദ്ര്യമൊന്നും ഒന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായത് ബാബു എബ്രഹാമിൻ്റെ ഈ ജീവിതകഥ വായിച്ചപ്പോഴാണ്. ബാബു എബ്രഹാം, അദ്ദേഹത്തിൻ്റെ അമ്മ നന്ദിക്കുന്നൽ മേരി, പിന്നെ 3 സഹോദരിമാർ, അച്ഛൻ അബ്രഹാം, ഇത്രയും പേരടങ്ങുന്നൊരു കുടുംബം. ആ കുടുംബം ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചവരാണ്. അപ്പോൾ ആ ഒരു ചുറ്റുപാടിൽ നിന്ന്, അതായത് അച്ഛൻ ഇവരെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ പറക്കം പറ്റാത്ത മക്കളെ ഇനി എങ്ങനെ ഞാൻ വളർത്തും എന്നറിയാതെ ആ അമ്മ ഈ മക്കളെയായിട്ട് അവിടെ കല്ലാർകുട്ടി ഡാമിൽ ചാടി മരിക്കാൻ വേണ്ടി പോകുന്നൊരു ഭാഗം ഇതിനകത്തുണ്ട്. അത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന നമുക്ക് തോന്നും. ആ പോകുന്ന വഴിക്ക് അമ്മ ഈ മക്കളോട് പറയുന്നുണ്ട്, മക്കളെ, ഞാൻ ആദ്യം ചാടും, എന്നിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ചാടണം, അല്ലാതെ എനിക്ക് നിങ്ങളെ എടുത്ത് ആദ്യം ഇട്ടിട്ട് പിന്നെ ചാടാൻ എനിക്കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ മൂത്ത മകൾ ട്രീസ പറയുന്നത്, പൊന്നമ്മച്ചി, എനിക്ക് ഭയമാണ്, അമ്മച്ചി ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പേടി, കാരണം ഞങ്ങൾ ചാടിയില്ലെങ്കിൽ അമ്മ ചാടി മരിച്ചു പോയാൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവർ പിന്നെയും മുന്നോട്ട് പോകണം. അപ്പോൾ ഈ മകള് ചോദിക്കുകയാണ്, അമ്മേ, നമുക്ക് നമ്മുടെ ഈ ചുറ്റുപാടിലാണല്ലോ പ്രശ്നം, നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഭിക്ഷ യാചിച്ചെങ്കിലും ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു മകളുടെ ആ ഒരു ചോദ്യത്തിൽ നിന്ന് ഈ അമ്മ ജീവിതത്തിലേക്ക് ഈ മക്കളെയുമായിട്ട് തിരിച്ചു വരുന്നതാണ് എൻ്റെ തുടക്കം. അങ്ങനത്തെ ഒരു ദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന്, ആ ചുറ്റുപാടിൽ നിന്ന് വളർന്നു വന്ന ആ ബാബു എബ്രഹാം പിന്നീട് ആരായിന്നറിയോ? അദ്ദേഹം ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി ഭവനാത്മാ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിക്ക് സർവകലാശാല തലത്തിൽ റാങ്കോടെ വിജയിച്ചു. അതിനുശേഷം ചങ്ങനാശ്ശേരി SP കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടി. ശേഷം ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ കേന്ദ്ര സർവകലാശാലയിൽ പോയിട്ട് അവിടെ നിന്ന് മനഃശാസ്ത്രത്തിൽ 3ാം റാങ്കോടെ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം ഫ്രാൻസിലേക്ക് പോയി. ഫ്രാൻസിൽ ചെന്നിട്ട് MPhilഉം PhD നേടി. അവിടെ ഫ്രഞ്ച് ഭാഷയിലും സാഹിത്യത്തിലും മാസ്റ്റർ ഡിഗ്രി നേടി. 2003 മുതൽ അദ്ദേഹം അവിടുത്തെ വിവിധ സർവകലാശാലകളിൽ അധ്യാപകനായി. ഇപ്പോൾ ഫ്രാൻസിൽ മാനേജ്മെൻറ്റ് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറും സോഷ്യോളജിയിൽ ഗവേഷകനും. ഇത്ര ഒരു ചുറ്റുപാടിൽ നിന്ന് വളർന്നു വന്ന ഒരാൾ, ഈ കയ്പുനീരെല്ലാം കുടിച്ച് വളർന്നു വന്ന ആൾ ജീവിതത്തിൽ വലിയൊരു ഉയരത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതൊരു ഹൃദയസ്പർശിയായി ജീവിതകഥ എന്നതിനപ്പുറത്തേക്ക് ഇത് നമുക്ക് വല്ലാതെ മോട്ടിവേഷൻ നൽകുന്ന, പ്രചോദനം നൽകുന്ന ഒരു, ഇതുവരെ പുസ്തകം വായിച്ചിട്ടില്ലാത്തവർക്കും പുസ്തക വായന മുടങ്ങിപ്പോയിട്ടുള്ളവർക്കും ഒക്കെ വായിച്ചു തുടങ്ങാൻ പറ്റിയ ഒരു പുസ്തകമാണിത്. നമുക്ക് ഇത് കയ്യിലെടുത്താൽ വായിച്ച് തീരാതെ വെക്കാൻ കഴിയില്ല, അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ വായനയെ മുന്നോട്ട് കൊണ്ടുപോകും. കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ഈ പുസ്തകം മാതൃഭൂമിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഇതിപ്പോൾ